Assalamualaikum, welcome to Yummy Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞത് ഒരു തീയലാണ്, ചേമ്പിൻ താള് തീയലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുണ്ടായ ചേമ്പിൻ്റെ താളാണ്. അപ്പോൾ ഒരു 5 എണ്ണം അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ല, ചെറുതാണ്. അപ്പോഴത്തെ ഒരു 5 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ചീകിക്കളയണം. അപ്പോൾ നമ്മൾ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മിക്ക വീടുകളിലുള്ളതാണ് ചേമ്പ്. അപ്പോൾ അതിൻ്റെ താള് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻസിൽ അറിയിക്കണം. താളിൻ്റെ ഇതുപോലെ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ചീകിക്കളയാം. ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലത്തെ താള് ഒരു 5 പീസ് എടുത്തുള്ളത്. ചെറിയതാണ് ഉണ്ടായത്, അധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 ചെറിയതായിട്ടുള്ളതാണ് ഉണ്ടായത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് പോകുന്നൊരു സാധനമാണ്. പിന്നെ ഇത് പരിപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, കറി ഉണ്ടാക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പിടി ചെറിയ ഉള്ളി എത്ര ഇടണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ഉള്ളി മുഴുവനത്തോടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതോടുകൂടിയിട്ട് ഞാൻ ഇട്ടിട്ട് ഈ എണ്ണയിലൊക്കെ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളകും കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചേമ്പിൻ്റെ താള് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിന് കുറച്ച് ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും താള് ഒരു 5 വലിപ്പത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. നമുക്കൊരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇത് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി, അധികമായി പോകണ്ട. പിന്നെ നമ്മളിത് തിക്ക് ഗ്രേവി ആക്കിയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അത് വെള്ളം കുറേ നേരിട്ട് പറ്റിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു അടുപ്പിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പതുക്കെ കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ഒരു ഒരേ ലെവലിലായിട്ട് വരികയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനും കിട്ടും. വറുത്ത് കിട്ടുന്ന തേങ്ങ എല്ലാം ഒരേ കളറിൽ തന്നെ വരികയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചെറുതും വലുതായിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലത് കളർ അധികം ആവില്ല, ചിലത് നന്നായിട്ട് കളർ മാറുകയും ചെയ്യും. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും ചെറുതായി ഒന്ന് കട്ട് ചെയ്തും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരെയും വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. അപ്പോൾ എളുപ്പമാണ്. അപ്പം നമ്മുടെ ആ താള് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായി അതിൻ്റെ ആ റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലൊരു കളറിലിരിക്കണം, എന്നാൽ ആ ഒരു താള് കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. പിന്നെ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളൊക്കെ വെന്ത് ഉള്ളിയൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചത്, നമ്മൾ തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പുളി പിഴിഞ്ഞ വെള്ളമല്ലേ, അപ്പോൾ ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പുളി പിഴിഞ്ഞാൽ പിന്നെ പുളി നിങ്ങൾ അധികമായി പോകരുത്, ചെറിയൊരു പുളി അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എത്രയും പുളി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കണം. എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഗ്രേവി വേണം, എന്നാൽ അധികം ലൂസായി പോകരുത് കേട്ടോ. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഉള്ളിത്തീയലൊക്കെ ഉണ്ടാവാറില്ലേ, തിക്ക് ഗ്രേവി ആയിട്ടെല്ലാം ഉണ്ടാവാറ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിലേക്ക് ഈ താള് ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. ഒരു ചെറിയ തീയിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. അപ്പോൾ ആ കറിയൊക്കെ പെട്ടെന്ന് ഗ്രേവിയൊക്കെ ഭയങ്കരമായിട്ട് വറ്റിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ എണ്ണയൊക്കെ ഒന്ന് ഇതുപോലെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. താള് തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.